നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് നടന്നെന്ന വോട്ടറുടെ പരാതി വസ്തുതാവിരുദ്ധമെന്ന് ജില്ലാ കളക്ടർ. ബിജെപി വിരുദ്ധ നിലപാടിന്റെ ഗ്യാരണ്ടി കാർഡാണ് ഇടതുപക്ഷമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. ഇത്തവണ എൻഡിഎക്കും നരേന്ദ്രമോദിക്കും അനുകൂലമായ വിധിയെഴുത്താണ് കേരളത്തിൽ ഉണ്ടാവുകയെന്ന് എൻഡിഎ സ്ഥാനാർത്ഥി എം.ടി. രമേശ്. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ വോട്ട് ചെയ്യാനെത്തിയ ഭിന്നശേഷിക്കാർക്ക് സഹായമൊരുക്കി NSS വളണ്ടിയർമാർ. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് സങ്കട ഹർജി നൽകി മെഡിക്കൽ കോളേജ് ICU പീഡന അതിജീവിത. രണ്ടാം ഘട്ട നവീകരണങ്ങൾ നടക്കുന്നില്ല. ആഘോഷങ്ങളും സന്തോഷ നിമിഷങ്ങളും ഒഴിഞ്ഞ് സരോവരം ബയോപാർക്ക്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് നടന്നെന്ന വോട്ടറുടെ പരാതി വസ്തുതാവിരുദ്ധമെന്ന് ജില്ലാ കളക്ടർ. ടെസ്റ്റ് വോട്ടിൽ പരാതി ശരിയല്ലെന്ന് ബോധ്യപ്പെട്ടുവെന്നും വോട്ടർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പറഞ്ഞു. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ 2 ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേടുണ്ടെന്ന രീതിയിൽ വരുന്ന റിപ്പോർട്ടുകൾ വസ്തുതാവിരുദ്ധമാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. മണ്ഡലത്തിലെ 17-ാം നമ്പർ ബൂത്തിൽ ഒരു ചിഹ്നത്തിൽ ചെയ്ത വോട്ട് മറ്റൊരു ചിഹ്നത്തിൽ പതിയുന്നു എന്ന വോട്ടറുടെ പരാതിയെ തുടർന്ന് നടത്തിയ ടെസ്റ്റ് വോട്ടിൽ പരാതി ശരിയല്ലെന്ന് ബോധ്യമായിട്ടുണ്ട്. തെറ്റായ പരാതി ഉന്നയിച്ച വോട്ടർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. കോഴിക്കോട് നോർത്ത് നിയോജക മണ്ഡലത്തിലെ 83-ാം നമ്പർ ബൂത്തിൽ സമാനമായ പരാതി ഉന്നയിക്കപ്പെട്ടുവെങ്കിലും ടെസ്റ്റ് വോട്ട് ചെയ്യാൻ പരാതിക്കാരൻ വിസമ്മതിച്ചതായും ജില്ലാ കളക്ടർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബിജെപി വിരുദ്ധ നിലപാടിന്റെ ഗ്യാരണ്ടി കാർഡാണ് ഇടതുപക്ഷമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. കോഴിക്കോട് കോട്ടൂളി AUP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രതീക്ഷ 2004 ആവർത്തിക്കുമെന്നുള്ള ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. BJPക്കെതിരാണ് കേരളം. BJPക്കെതിരായി കേരളം നിൽക്കുന്നു. അത് BJP അധികാരത്തിൽ വന്നപ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ്. 2014 അധികാരത്തിൽ വന്നപ്പോഴും കേരളത്തിലെ മഹാഭൂരിപക്ഷം BJPക്കെതിരായിരുന്നു. 2019 കേരളത്തിലെ മഹാഭൂരിപക്ഷവും BJPക്കെതിരായിരുന്നു. 2024 കേരളത്തിലെ 20 സീറ്റുകളിലും BJP 3-ാം സ്ഥാനത്തായിരിക്കും. ഇവിടെ വന്നിട്ടുള്ളൊരു മാറ്റം കോൺഗ്രസിനെ UDFനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. BJP വിരുദ്ധ പോരാട്ടത്തിൽ കോൺഗ്രസിനെയും UDFനെയും വിശ്വസിക്കാനാകില്ല, UDFനെ വിശ്വസിക്കാനാകില്ല. ഇതിന്റെ ഭാഗമായി കേരളത്തിന്റെ BJP വിരുദ്ധ മനസ്സ് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. കേരളത്തിൽ 2004 ആവർത്തിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. BJPയെ എതിരിടാൻ ഇടതുപക്ഷം വേണം എന്ന ചിന്ത പ്രബലമാണ്. കേരളത്തിൽ BJP എല്ലായിടത്തും 3-ാം സ്ഥാനത്താകും. കോൺഗ്രസിനെ വിശ്വസിക്കാനാവില്ല എന്ന് ജനങ്ങൾക്കറിയാം. കേരളത്തിൽ BJP വിരുദ്ധ മനസ്സ് ഇടതുപക്ഷത്തിന് അനുകൂലമാകും. ശ്വസിക്കുന്ന വായുവിൽ പോലും BJP വിരുദ്ധവും വർഗീയ വിരുദ്ധവുമായ നിലപാടുള്ളവരാണ് ഇടതുപക്ഷക്കാർ. ഇടതുപക്ഷത്തിന്റെ BJP വിരുദ്ധത ഇല്ലാതാക്കാൻ ജീവനെടുത്താൽ മാത്രമേ സാധിക്കൂ. മതനിരപേക്ഷ കേരളം കൃഷ്ണമണി പോലെ ഇടതുപക്ഷത്തെ കാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ BJP വിരുദ്ധത ഇല്ലാതാക്കാൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ജീവനെടുത്താൽ മാത്രമേ സാധിക്കൂ. അപ്പോൾ അതാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. അത് ജനങ്ങൾക്കറിയാം. ജനങ്ങളത് നല്ല നിലയിൽ മനസ്സിലാക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇത്തവണ NDAക്കും നരേന്ദ്രമോദിക്കും അനുകൂലമായ വിധിയെഴുത്താവും കേരളത്തിലുണ്ടാവുകയെന്ന് NDA സ്ഥാനാർത്ഥി M.T. രമേശ്. BJP നേരിടുന്നത് CPM കോൺഗ്രസ് സഖ്യത്തെയാണെന്നും M.T. രമേശ് പറഞ്ഞു.
കേരളം 2014-ലും 2019-ലും നടത്തിയിട്ടുള്ള വിധിയെഴുത്ത് തെറ്റായിപ്പോയെന്ന് ജനത്തിന് കഴിഞ്ഞ 10 വർഷക്കാലത്തെ അനുഭവത്തിലൂടെ ബോധ്യമായിട്ടുണ്ടെന്നും ആ തെറ്റ് തിരുത്താൻ ഈ തെരഞ്ഞെടുപ്പിൽ കേരളം തയ്യാറാവുകയാണെന്നും MT രമേശ് പറഞ്ഞു. ഇത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളിൽ നിന്നും ബോധ്യമായിട്ടുള്ളതാണ്. കേരളത്തിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും മോദിക്ക് അനുകൂലമായ വലിയൊരു തരംഗമുണ്ട്. അത് വോട്ടായി പ്രതിഫലിക്കും. കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം ഈ തവണ നരേന്ദ്രമോദിക്കൊപ്പമായിരിക്കുമെന്നും വികസനമില്ലായ്മയ്ക്കും രാഷ്ട്രീയ അവസരവാദത്തിനുമെതിരായി കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ ഇപ്രാവശ്യം വിധി എഴുതുമെന്നും MT രമേശ് അഭിപ്രായപ്പെട്ടു. കേരളം 2014-ലും 2019-ലും മോഡിക്കെതിരായിട്ട് നടത്തിയിട്ടുള്ള വിധിയെഴുത്ത് തെറ്റായിപ്പോയി എന്ന് ജനത്തിന് കഴിഞ്ഞ 10 വർഷക്കാലത്തെ അനുഭവത്തിലൂടെ ബോധ്യമാണ്. അതുകൊണ്ട് 2014-ലും 2019-ലും സംഭവിച്ച തെറ്റ് തിരുത്താൻ ഈ 2024 തെരഞ്ഞെടുപ്പിൽ കേരളം തയ്യാറാവുകയാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളിൽ എല്ലാവർക്കും ബോധ്യമായിട്ടുള്ളത്. വലിയ ഒരു മോഡി തരംഗം കേരളത്തിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമുണ്ട്. അത് വോട്ടായിട്ട് പ്രതിഫലിക്കും. കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം ഈ പ്രാവശ്യം നരേന്ദ്രമോദിയോടൊപ്പമായിരിക്കും. വികസനമില്ലായ്മയുടെയും രാഷ്ട്രീയ അവസരവാദത്തിനുമെതിരായി കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ ഈ പ്രാവശ്യം വിധിയെഴുതുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വോട്ടർമാരുടെ മേൽ സ്വാധീനമുറപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി പറയാൻ LDF-നും UDF-നും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ലഭിച്ച മേൽക്കൈ വോട്ടെടുപ്പിലും ഉണ്ടാകുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും വോട്ടർമാരുടെ മേൽ സ്വാധീനമുറപ്പിക്കാൻ NDAക്ക് സാധിച്ചു. കേരളത്തിൽ INDA മുന്നണിയുടെ ഭാഗമായ CPM-നെയും കോൺഗ്രസിനെയുമാണ് NDA നേരിടുന്നതെന്നും MT രമേശ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വോട്ട് രേഖപ്പെടുത്തി. കാന്തപുരം GLP സ്കൂളിലെ 168-ാം നമ്പർ ബൂത്തിൽ ആദ്യ വോട്ടറായാണ് അദ്ദേഹം വോട്ട് ചെയ്തത്. രാജ്യത്തിന്റെ നന്മയ്ക്കും നല്ല ഭാവിക്കും വേണ്ടി എല്ലാവരും വോട്ട് ചെയ്യണമെന്നും അദ്ദേഹം വോട്ട് ചെയ്ത ശേഷം പ്രതികരിച്ചു. ജനാധിപത്യത്തിന്റെ ആഘോഷമായ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തിന്റെ നന്മയ്ക്കും നല്ല ഭാവിക്കും വേണ്ടി സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ എല്ലാ ജനാധിപത്യ വിശ്വാസികളും പൗരരും മുന്നോട്ട് വരണമെന്ന് കാന്തപുരം വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പ്രതികരിച്ചു. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച പവിത്രമായ ദിനമാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കലും വിശ്വാസികൾക്ക് പ്രധാനമാണ്. രണ്ടും നഷ്ടപ്പെടാത്ത വിധം സമയക്രമീകരണം നടത്തണമെന്നും ഒരു വോട്ടും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും പ്രായ ലിംഗഭേദമന്യേ വോട്ട് രേഖപ്പെടുത്താൻ എല്ലാവരും ഉത്സാഹിക്കണമെന്നും കാന്തപുരം പറഞ്ഞു. വോട്ട് ഒഴിവാക്കാതെ ചെയ്യണം. അത്രയല്ലേ കാര്യങ്ങളോട് പറയാനുള്ളൂ. പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ രാജ്യത്തിൻ്റെ ഭാവി തീരുമാനിക്കുന്ന ഒരു കാര്യമാണല്ലോ ഇലക്ഷൻ. അതുകൊണ്ട് എല്ലാവരും പരമാവധി ഉത്സാഹിച്ച് വോട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കണം. പ്രായമുള്ളവരും നടക്കാൻ കഴിയാത്തവരും എല്ലാവരും വോട്ട് ചെയ്യണം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ വോട്ട് ചെയ്യാനെത്തിയ ഭിന്നശേഷിക്കാർക്ക് സഹായമൊരുക്കി NSS വളണ്ടിയർമാർ ശ്രദ്ധാകേന്ദ്രങ്ങളായി. ജില്ലയിലെ 2230 ബൂത്തുകളിലായി 4460 ഹയർ സെക്കൻഡറി NSS വളണ്ടിയർമാരാണ് സേവനം നൽകിയത്. തിരഞ്ഞെടുപ്പ് ദിവസം ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും പോളിംഗ് ബൂത്തുകളിൽ വോട്ട് ചെയ്യാൻ സഹായമൊരുക്കി ഹയർ സെക്കൻഡറി NSS വളണ്ടിയർമാർ ശ്രദ്ധേയമായി. ജില്ലയിലെ 2230 ബൂത്തുകളിൽ 4460 വളണ്ടിയർമാരാണ് സന്നദ്ധ സേവകരായി പ്രവർത്തിച്ചത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ പ്രവർത്തന മികവിനുള്ള അംഗീകാരമായാണ് വളണ്ടിയർമാർക്ക് ഈ വർഷവും അവസരം ലഭിച്ചത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് എന്തെന്നാൽ NSS വോളണ്ടിയർ ആയതുകൊണ്ട് എനിക്ക് ഇപ്പം കിട്ടിയതിലും വെച്ച് ഏറ്റവും
ഗുഡ് ചാൻസ് ആയിരുന്നു. എന്താ വെച്ചാൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുമ്പം അതൊരു സർവീസായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരിങ്ങോട്ട് തരില്ല, അവരുടെ ഒരു സ്മൈല് പോലും അത്രയ്ക്കും വളരെ ഒരു ഗുഡ് പോസിറ്റീവ് ആയിട്ട് എടുക്കാൻ പറ്റുന്നതിൽ ഞാൻ ഒരുപാടധികം സന്തോഷിക്കുന്നു. ജില്ലാ സാമൂഹ്യനീതി വകുപ്പുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഇതിനായി 13 നിയമസഭാ മണ്ഡലങ്ങളിലും നോഡൽ ഓഫീസർമാരെ നിയമിച്ചിരുന്നു. ഒപ്പം ഗ്രീൻ ഇലക്ഷൻ ക്ലീൻ ഇലക്ഷൻ എന്ന സന്ദേശം ഉയർത്തി എല്ലാ പോളിംഗ് ബൂത്തുകളിലും ഹരിതകർമ്മ സേനയുമായി സഹകരിച്ച് ബോധവൽക്കരണ പ്രവർത്തനവും സംഘടിപ്പിച്ചു. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ അഞ്ജു മോഹൻ, NSS ജില്ലാ കോർഡിനേറ്റർമാരായ MK ഫൈസൽ, S ശ്രീജിത്ത് എന്നിവർക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് സങ്കട ഹർജി നൽകി മെഡിക്കൽ കോളേജ് ICU പീഡന അതിജീവിത. പീഡനത്തിന് ഇരയായതും ആശുപത്രി ജീവനക്കാരുടെ ഭീഷണിയും സിറ്റി പോലീസ് കമ്മീഷണറുടെ സ്ത്രീവിരുദ്ധ പെരുമാറ്റവും സങ്കട ഹർജിയിൽ വിവരിക്കുന്നു. മെഡിക്കൽ കോളേജ് ICU പീഡന കേസിലെ അതിജീവിത കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് സങ്കട ഹർജി നൽകി. 2023 മാർച്ച് 18-ന് ICUവിൽ ജീവനക്കാരന്റെ പീഡനത്തിന് ഇരയായതും പരാതി പിൻവലിപ്പിക്കാൻ മെഡിക്കൽ കോളേജിലെ ചില ജീവനക്കാരികൾ ഭീഷണിപ്പെടുത്തിയതും നീതിക്കായി താൻ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുൻപിൽ പാതയോരത്ത് സമരം ചെയ്യേണ്ടി വന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരാതിയിൽ വിവരിക്കുന്നു. കേസിൽ അറസ്റ്റിലായ അറ്റൻഡർ ശശീന്ദ്രൻ ഇപ്പോഴും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വരുന്നുണ്ടെന്നും അവിടെ തുടർ ചികിത്സയ്ക്ക് പോകുന്ന തനിക്ക് അത് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായും ഹർജിയിൽ പറഞ്ഞു. തന്നെ ഭീഷണിപ്പെടുത്തിയ കേസിലെ പ്രതികളെ മെഡിക്കൽ കോളേജ് അധികൃതർ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതായും യുവതി ആരോപിച്ചു. കേസിന്റെ ഭാഗമായി മൊഴിയെടുക്കാൻ വന്ന ഡോക്ടർ KV പ്രീതി തന്റെ മൊഴികൾ പൂർണ്ണമായും രേഖപ്പെടുത്തുകയോ ശാസ്ത്രീയ പരിശോധന നടത്തുകയോ ചെയ്തിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയെങ്കിലും അന്വേഷണം നടത്തി പരാതിയിൽ കഴമ്പില്ലെന്ന് പറഞ്ഞ് തള്ളുകയായിരുന്നു. ഡോക്ടർക്കെതിരെയുള്ള പരാതിയിലെ അന്വേഷണ റിപ്പോർട്ടുകളും മൊഴിപ്പകർപ്പുകളും ആവശ്യപ്പെട്ടെങ്കിലും തന്നില്ല. കുറ്റവാളികളെ സംരക്ഷിച്ച മെഡിക്കൽ കോളേജ് അധികൃതർക്കെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും അതിജീവിത സങ്കട ഹർജിയിൽ പറയുന്നു. ഈ KV പ്രീതി ഇവരുടെ മൊഴി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല, അത് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ACP സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൻ്റെ പകർപ്പാണ്. അതിൽ FIR ഒന്നും എവിടെ ഇട്ടിട്ടില്ല, അതുപോലെ തന്നെ കോടതിയിലും എത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു സാങ്കേതിക തടസ്സവും പറഞ്ഞ് സ്വന്തം പരാതിക്കാരിക്ക് ഇത് കൊടുക്കാതെ നിൽക്കാൻ ഒരു നിവൃത്തിയില്ല, കൊടുക്കണം. നിയമം അതാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എന്നിട്ടും അത് കൊടുക്കാതെ അതിലെന്തെങ്കിലും ദുരുദ്ദേശമുണ്ടെങ്കിൽ അത് വെളിച്ചത്ത് വരും എന്ന് കരുതിയിട്ട് അതിജീവിതക്ക് കൊടുക്കാതെയൊക്കെയാണ്. ആ റിപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ സമരം ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി DGP ഒക്കെ ഇടപെടുകയും IG-യോട് അന്വേഷിക്കാൻ പറയുകയും IG 3 ദിവസം നമ്മളോട് നിയമപരമായ കാര്യങ്ങൾ നോക്കിയിട്ട് ആ പകർപ്പ് തരാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് തന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അടുത്ത ഈ 3 ദിവസം കഴിഞ്ഞിട്ട് സമരം തുടരും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി നഗരത്തിൽ നിന്നും ബീച്ച് ഫയർ സ്റ്റേഷൻ 8 യൂണിറ്റുകൾ മാറ്റി 7 മാസങ്ങൾ പിന്നിട്ടിട്ടും താൽക്കാലിക സംവിധാനമില്ലാത്തതിൽ മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ ആശങ്കയറിയിച്ചു. എത്രയും വേഗം താൽക്കാലിക സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നും MDC ആവശ്യപ്പെട്ടു. ബീച്ച് ഫയർ സ്റ്റേഷൻ പുതുക്കി പണിയുന്നതുവരെ നഗരത്തിൽ തന്നെ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി പകരം താൽക്കാലിക ഫയർ സ്റ്റേഷൻ നിർമ്മിക്കാൻ അഭ്യർത്ഥിക്കുന്ന നിവേദനം മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ മുഖ്യമന്ത്രിക്കും ഫയർ ആൻഡ് റെസ്ക്യൂ ഡയറക്ടർ ജനറലിനും 2023 സെപ്റ്റംബർ 5-നാണ് സമർപ്പിച്ചത്. അന്ന് തന്നെ ബീച്ച് അഗ്നിരക്ഷാ നിലയം നിർത്തലാക്കാനുള്ള തീരുമാനത്തിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. സർക്കാർ തലത്തിൽ സ്ഥലം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഫയർ ആൻഡ് റെസ്ക്യൂ നിർദ്ദേശിക്കുന്ന രീതിയിൽ 40 സെന്റ് സ്ഥലത്ത് സൗജന്യമായി പണിത് കൊടുക്കാമെന്ന് കോർപ്പറേറ്റ് സ്ഥാപനവും മലബാർ ഡെവലപ്മെന്റ് കൌൺസിലും സമ്മതം അധികാരികളെ അറിയിച്ചതെന്ന് MDC പ്രസിഡന്റ് C ചാക്കുണ്ണി പറഞ്ഞു. ഫയർ ആൻഡ് റെസ്ക്യൂ ഡയറക്ടർ ജനറലിന്റെ നിർദ്ദേശപ്രകാരം റീജിയണൽ ഫയർ ഓഫീസർ സ്ഥലം പരിശോധന നടത്തി അനുയോജ്യമാണെന്ന് റിപ്പോർട്ട് സമർപ്പിച്ചു. മാസങ്ങളായി ഫയൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ പരിഗണനയിലാണെന്നും C ചാക്കുണ്ണി കൂട്ടിച്ചേർത്തു. സർക്കാർ അർദ്ധ സർക്കാർ സ്ഥലങ്ങളൊന്നും 7 മാസമായിട്ടും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ നാവേറെ സാഹചര്യത്തിൽ ഈ ആവശ്യം ഉന്നയിച്ച് വീണ്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കോഴിക്കോട് വെച്ച് നിവേദനം കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ നല്ല തീരുമാനങ്ങളാണ് മുഖ്യമന്ത്രി എടുക്കുകയും ഇവിടെ 40 സെന്റ് ഭൂമി സൗജന്യമായി താൽക്കാലികമായി ഫയർ സ്റ്റേഷൻ അനുവദിക്കാൻ നിർമ്മിച്ചു നൽകാമെന്ന് ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൻ്റെ സമ്മതപത്രം ഏൽപ്പിക്കുകയും അത് അനുയോജ്യമാണെന്ന്
ഫയനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനി ധനമന്ത്രാലയത്തിൽ നിന്ന് ഒരു അനുമതിയുടെ കാലതാമസം മാത്രമേ ഉള്ളൂ. അത് എത്രയും വേഗം നടപ്പാക്കണമെന്ന് തന്നെയാണ് വീണ്ടും വീണ്ടും ആവശ്യപ്പെടാനുള്ളത്. തീപിടുത്തങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ കോർപ്പറേറ്റ് സ്ഥാപനം സന്നദ്ധത അറിയിച്ച സ്ഥലത്ത് എത്രയും വേഗം താൽക്കാലിക സ്റ്റേഷൻ നിർമ്മിക്കണമെന്നും MDC പ്രസിഡന്റ് ഷെവലിയർ C. ചാക്കുണ്ണി, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് MK അയ്യപ്പൻ, ട്രഷറർ MV കുഞ്ഞാമു എന്നിവർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ആഘോഷങ്ങളും സന്തോഷ നിമിഷങ്ങളുമില്ലാതെ ആളൊഴിഞ്ഞ് കിടക്കുകയാണ് സരോവരം ബയോ പാർക്ക്. വികസന പ്രവർത്തനങ്ങൾ നടക്കാത്തതിനാൽ പാർക്ക് നശിക്കുന്നു. രണ്ടാം ഘട്ട നവീകരണത്തിനായി 2.19 കോടി അനുവദിച്ചിട്ടുണ്ടെങ്കിലും പ്രവർത്തികൾ ആരംഭിക്കാനായിട്ടില്ല. അറ്റകുറ്റപ്പണിയും അടിസ്ഥാന സൗകര്യങ്ങളുമില്ല. സരോവരം ബയോ പാർക്കിന്റെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനം എങ്ങും എത്തിയില്ല. അവധിക്കാലത്ത് കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് സമയം ചെലവഴിക്കാനുള്ള നഗരത്തിലെ തണൽ ഇടമാണ് പരിപാലനമില്ലാതെ നശിക്കുന്നത്. 55 ഏക്കർ ഇക്കോ ടൂറിസം ഡെസ്റ്റിനേഷൻ നഗരത്തിന്റെ ജൈവ വൈവിധ്യത്തിന്റെയും തണ്ണീർത്തട ആവാസ വ്യവസ്ഥയുടെയും നേർക്കാഴ്ചയാണ്. കുട്ടികളെയും മുതിർന്നവരെയും ഏറെ ആകർഷിച്ചിരുന്ന തടാകത്തിലെ ബോട്ടിംഗ് നിലച്ചിട്ട് നാളുകളായി. തടാകത്തിൽ കനോലി കനാലിൽ നിന്നുള്ള മലിനജലം കലർന്നതോടെ ബോട്ടിംഗ് സർവീസ് നിർത്തിവെക്കുകയായിരുന്നു. റോഡിൽ നിന്നുള്ള കോൺക്രീറ്റ് പാലം തകർന്നു. കവാടത്തിൽ സുരക്ഷാ ജീവനക്കാരുണ്ടെങ്കിലും സാമൂഹിക വിരുദ്ധർ പാർക്കിൽ കടക്കുന്നുണ്ട്. പാർക്കിൽ നിരീക്ഷണ ക്യാമറകൾ ഉണ്ടെങ്കിലും മതിയായ സുരക്ഷ ഇല്ലെന്ന് പരിസരവാസികൾ പറഞ്ഞു. മുൻപ് സാമൂഹിക വിരുദ്ധരെ നേരിടാൻ പോലീസ് പെട്രോളിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതും നിലച്ചതോടെ കുടുംബങ്ങളും പ്രകൃതി സ്നേഹികളും പാർക്കിൽ വരാതായി. ദേശീയ ശ്രദ്ധ നേടുന്ന ഇക്കോ ടൂറിസം ഹബ്ബായി മാറാൻ കണ്ടൽക്കാടുകളുടെ സങ്കേതമായ സരോവരത്തിന് ഏറെ സാധ്യതയുണ്ട്. ഇത് തിരിച്ചറിഞ്ഞ് ബയോ പാർക്കിന്റെ രണ്ടാം ഘട്ട നവീകരണം ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് അധികൃതർ ഇടപെടണമെന്ന് നഗരവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സംസ്ഥാനത്ത് ചില പ്രദേശങ്ങൾ ഉഷ്ണതരംഗ സാഹചര്യത്തിലേക്ക്. ഏപ്രിൽ 26 മുതൽ 28 വരെ കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിലാണ് അതിതീവ്ര ചൂട് അനുഭവപ്പെടുമെന്ന് മുന്നറിയിപ്പുള്ളത്. സംസ്ഥാനത്ത് ഇന്നു മുതൽ 28 വരെ കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തിയതിന്റെയും അടുത്ത ദിവസങ്ങളിലും കൊല്ലം ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, തൃശൂർ ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരുമെന്ന പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. ഉഷ്ണതരംഗം അതീവ ജാഗ്രത വേണ്ട സാഹചര്യമാണ്. പൊതുജനങ്ങളും ഭരണേതര സംവിധാനങ്ങളും വേണ്ട ജാഗ്രത പാലിക്കണം. സൂര്യാഘാതവും സൂര്യതാപവും ഏൽക്കാൻ സാധ്യത കൂടുതലാണ്. സൂര്യാഘാതം മരണത്തിലേക്ക് വരെ നയിച്ചേക്കാം. താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അഭ്യർത്ഥിച്ചു. പകൽ സമയത്ത് പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. ശരീരത്തിൽ നേരിട്ട് വെയിലേൽക്കുന്ന എല്ലാത്തരം പുറം ജോലികളും കായിക വിനോദങ്ങളും മറ്റ് പ്രവർത്തനങ്ങളും പൂർണ്ണമായി നിർത്തിവെക്കുക. ധാരാളമായി വെള്ളം കുടിക്കണം. അത്യാവശ്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങുക. പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായും കുടയും പാദരക്ഷയും ഉപയോഗിക്കുക. കായികാധ്വാനമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ ഇടവേളകളെടുത്തും വിശ്രമിച്ചുകൊണ്ടും മാത്രം ജോലിയിൽ ഏർപ്പെടുക. നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം, കാർബണേറ്റഡ് പാനീയങ്ങൾ, ചായ, കാപ്പി എന്നിവ പകൽ സമയത്ത് പൂർണ്ണമായും ഒഴിവാക്കുക. വീട്ടിലും ഓഫീസിലും തൊഴിലിടത്തും വായുസഞ്ചാരം ഉറപ്പാക്കുക. കിടപ്പ് രോഗികൾ, പ്രായമായവർ, ഗർഭിണികൾ, കുട്ടികൾ, ഭിന്നശേഷിക്കാർ, മറ്റ് രോഗങ്ങൾ മൂലമുള്ള അവശത അനുഭവിക്കുന്നവർ തുടങ്ങിയ വിഭാഗങ്ങൾക്ക് പ്രത്യേക കരുതൽ ഉറപ്പാക്കണം. എല്ലാവിധ പൊതുപരിപാടികളും വൈകുന്നേരങ്ങളിലേക്ക് മാറ്റിവെക്കുന്നത് ഉചിതമായിരിക്കും. പൊതുജനങ്ങൾ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തി പരമാവധി പുറത്തിറങ്ങാതെ സുരക്ഷിതരായി ഇരിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
സത്യസന്ധതയും ആത്മാർത്ഥതയും പുലർത്തിയ ശക്തനായ ഭരണാധികാരിയായിരുന്നു കെ ശങ്കരനാരായണനെന്ന് CMP സംസ്ഥാന സെക്രട്ടറി CN വിജയകൃഷ്ണൻ. ശങ്കരനാരായണൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വിജയകൃഷ്ണൻ. മഹാരാഷ്ട്ര ഗവർണറായിരുന്ന കെ ശങ്കരനാരായണന്റെ 2ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനം കോഴിക്കോട് സിറ്റി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. CMP സംസ്ഥാന സെക്രട്ടറി CN വിജയകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മഹാരാഷ്ട്രയിൽ ഗവർണറായിരുന്നപ്പോഴും കേരളത്തിൽ ധനമന്ത്രിയായിരുന്നപ്പോഴും UDF കൺവീനറായി പ്രവർത്തിച്ചപ്പോഴും ശങ്കരനാരായണൻ അത് പ്രകടമാക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു. സത്യസന്ധതയും ആത്മാർത്ഥതയും പുലർത്തിയ ഭരണാധികാരിയായിരുന്നു അദ്ദേഹമെന്നും CN വിജയകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. മന്ത്രിസഭ കയറിയപ്പോൾ തന്നെ 2 മാസത്തേക്ക് ശമ്പളം കൊടുക്കാതിരിക്കുകയും അത് വലിയ പ്രശ്നങ്ങളാവുകയും ഒച്ചപ്പാടാവുകയും ഒക്കെ ചെയ്തു. പക്ഷെ അവിടെ നിന്ന് കേരളത്തെ സാമ്പത്തികമായി ഉയർത്തിയത് ശങ്കരനാരായണ സാറായിരുന്നു. അത് അന്ന് ഡൽഹിയിൽ വാജ്പേയി ആയിരുന്നു ഭരിച്ചിരുന്നത്. പക്ഷെ വാജ്പേയിയുടെ ഗവൺമെന്റിൽ ഞാൻ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് മടങ്ങണമെങ്കിൽ എനിക്ക് പൈസ തന്നേ തീരൂ എന്ന് പറഞ്ഞ വ്യക്തിത്വമാണ്. ബലം പ്രയോഗിച്ചല്ല, സ്നേഹം പ്രയോഗിച്ച് അന്നത്തെ ഗവൺമെന്റിൽ നിന്ന് പൈസ വാങ്ങി കേരളത്തെ രക്ഷപ്പെടുത്തിയ ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തെയൊക്കെ കണ്ടുപഠിക്കാൻ കഴിഞ്ഞ പ്രാവശ്യത്തിലെയും ഈ പ്രാവശ്യത്തിലേക്ക് ധനകാര്യ വകുപ്പ് മന്ത്രിമാർ പഠിക്കുന്നത് നല്ലതാണ്. എന്താണ് ശങ്കരനാരായണൻ എന്നൊക്കെ കേരളത്തിലെ നിയമസഭയിലെ പ്രസംഗങ്ങൾക്ക് നിയമസഭാ ലൈബ്രറിയിൽ വായിക്കാൻ കിട്ടുന്നതാണ്. അത് അവർ വായിക്കണം എന്നാണ് എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാൻ. അതായിരുന്നു ശങ്കരനാരായണ സർ. പരിപാടിയിൽ M രാജൻ അധ്യക്ഷത വഹിച്ചു. അനുസ്മരണ സമിതി ജനറൽ കൺവീനർ C ചാക്കുണ്ണി, KC അബു, NP അബ്ദുൽ ഹമീദ്, അഷറഫ് മണക്കടവ്, പ്രീമ മനോജ്, സാജു ജെയിംസ്, P ബാലനാരായണൻ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് നടന്നെന്ന വോട്ടറുടെ പരാതി വസ്തുതാവിരുദ്ധമെന്ന് ജില്ലാ കളക്ടർ. BJP വിരുദ്ധ നിലപാടിന്റെ ഗ്യാരണ്ടി കാർഡാണ് ഇടതുപക്ഷമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഇത്തവണ NDAയ്ക്കും നരേന്ദ്രമോദിക്കും അനുകൂലമായ വിജയത്താണ് കേരളത്തിൽ ഉണ്ടാവുകയെന്ന് NDA സ്ഥാനാർത്ഥി MT രമേശ്. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ വോട്ട് ചെയ്യാനെത്തിയ ഭിന്നശേഷിക്കാർക്ക് സഹായമൊരുക്കി NSS വളണ്ടിയർമാർ. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് സങ്കട ഹർജി നൽകി മെഡിക്കൽ കോളേജ് ICU പീഡന അതിജീവിത. രണ്ടാം ഘട്ട നവീകരണങ്ങൾ നടക്കുന്നില്ല. ആഘോഷങ്ങളും സന്തോഷ നിമിഷങ്ങളും ഒഴിഞ്ഞ് സരോവരം ബയോ പാർക്ക്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.